ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശല്ലേരി ശിവക്ഷേത്രത്തിലാണ്. സോ ഈ ക്ഷേത്രം യാദൃശ്ചികമായിട്ട് വന്നിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അതായത് ഞാൻ യാദൃശ്ചികമായിട്ട് വന്നതാണ്. ഒരൊറപ്പുമില്ലായിരുന്നു ഇവിടെ വരുമെന്ന്. കാരണം ഓൾറെഡി കൊട്ടിയൂരിലേക്ക് വന്നായിരുന്നു. അപ്പോൾ കൊട്ടിയൂർ കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരുനെല്ലിയിൽ വന്ന് ബലിയിട്ടിട്ട് പോകാറാണ് പതിവ്. സോ അങ്ങനെ ഈ പ്രാവശ്യം ബലിയിട്ട സമയത്താണ് നമ്മൾ അറിഞ്ഞത് തൃശ്ശല്ലേരി ശിവക്ഷേത്രത്തിലും കൂടെ വന്നിട്ട് പോയാൽ മാത്രമേ നമുക്ക് ആ ചടങ്ങ് കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് തിരുനെല്ലിയിൽ പകുതി, ഇവിടെ പകുതി, അങ്ങനെയാണ് കണക്കൂട്ടൽ. അത് നമ്മൾ അറിഞ്ഞ കാര്യമാണ്. പിന്നെ ഇവിടെ ഒന്ന് ചോദിച്ചപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. സോ ഇതെൻ്റെ ആദ്യത്തെ അറിവിലാണ് ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞത്. അതായത് ശിവഭഗവാന്റെ തല ഇവിടെയും പാദം അവിടെയാണെന്നാണ് പറയുന്നത്. സോ അപ്പോൾ ഇവിടെയും കൂടെ വന്നിട്ട് വേണം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൽ വന്നപ്പോൾ നട അടച്ചു, എനിക്ക് തൊഴാൻ പറ്റിയിട്ടില്ല. സോ ഇനി മറ്റൊരു ദിവസം ഞാൻ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമുക്ക് ഫുഡ് കിട്ടി, അതായത് അന്നദാനം കിട്ടി വിത്ത് പായസം എല്ലാം. നല്ല സ്മൂത്തായിരുന്നു. പിന്നെ ക്ലൈമറ്റൊക്കെ കൊള്ളാം. ഈ ഒരു അമ്പലത്തിൽ ആംബിയൻസ് കൊള്ളാം. ഞാനിപ്പോൾ അമ്പലം നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ചുറ്റമ്പലം കാണാം. ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് കണ്ടാൽ മതി. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, മറ്റേ ചീവീട് കിളികൾ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോട്ടെ. അതിൻ്റെ അടുത്ത് എവിടെ എത്തിയിട്ടുണ്ട്. ഡാർക്ക്. ഓക്കെ, മഴയ്ക്കത് കരയുന്നതാണെന്ന് പറയാറുണ്ട് നമ്മുടെ പഴമക്കാർ. മഴ വരാൻ വേണ്ടി കരയുന്നതാണ്. പൊതുവേ ഇത്രയും നേരം മഴയായിരുന്നു, ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങി. സോ നമ്മൾ അമ്പലത്തിനെ ഇപ്പം ചുറ്റും വലം വെച്ച് കഴിഞ്ഞു. സോ എനിക്ക് പറയാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ 108 ശിവാലയം, 108 ദുർഗാദേവി ക്ഷേത്രം, 108 വിഷ്ണു ക്ഷേത്രം, ഇതെല്ലാം കവർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു അമ്പലങ്ങൾ വിത്ത് ട്രാവൽ വ്ലോഗ് ടൈപ്പ്. എനിക്ക് ഈ അമ്പലങ്ങളെല്ലാം പണ്ട് പോകുന്നതും കാണുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. എനിക്ക് അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത് അതൊക്കെ ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം, അതായത് ഈ 108 ശിവക്ഷേത്രം, 108 ദുർഗാദേവി ക്ഷേത്രം, 108 വിഷ്ണു ക്ഷേത്രം, ഇത് ഇത്രയും കംപ്ലീറ്റ് ചെയ്താൽ എത്ര ആൾക്കാരുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ വേറൊരു ചേട്ടനും ഉണ്ട്. അപ്പോൾ പുള്ളി ഇതേപോലത്തെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരു വ്ളോഗറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി നമുക്ക് രണ്ടും കൂടെ 2 ചാനലങ്ങ് സ്റ്റാർട്ട് ചെയ്യാം, അമ്പലത്തിനെക്കുറിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളിക്ക് സെപ്പറേറ്റ് ചാനലുണ്ട്. അപ്പോൾ ഞാനും പുള്ളിയും കൂടെ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ യാദൃശ്ചികമായിട്ട് ദൈവത്തിൻ്റെ ഓരോ കളികളെ, അതായത് യാദൃശ്ചികമായിട്ട് നമ്മളിവിടെ എത്തിപ്പെട്ടു. അപ്പോൾ ഈ എത്തിപ്പെട്ട ഈ ക്ഷേത്രമാണ് 108 ശിവക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രവും 108 ദുർഗാദേവി ക്ഷേത്രത്തിൽ ഒരു ക്ഷേത്രവും. അങ്ങനെ ഈ 2 ക്ഷേത്രവും കൂടെ ഉള്ള കേരളത്തിലെ ആദ്യത്തെ, അല്ലെങ്കിൽ കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രം ഇതാണ്. ഇത് 2 ക്ഷേത്രവും കൂടെ, അതായത് 108 ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെ സങ്കല്പമുള്ള 108 ശിവക്ഷേത്രം. ഇവിടെ സ്വയംഭൂ ലിംഗമാണ് വരുന്നത്. പക്ഷേ പരശുരാമൻ അദ്ദേഹം പ്രതിഷ്ഠിച്ച 108 ലിംഗമായിട്ട് ഈ ഒരു ക്ഷേത്രത്തിനെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണ് നമുക്കിവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. സോ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയുന്നത്, അതായത് ഈ ഒരു അമ്പലത്തിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ ഞാൻ ആളല്ല. കാരണം എനിക്കറിയില്ല. കാരണം ഞാനിവിടെ ജസ്റ്റ് വന്നൊരു വിസിറ്റർ, അല്ലെങ്കിൽ ഒരു ബിഗിനറായിട്ട്, ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു അമ്പലത്തിൽ വന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പറയാനായിട്ട് ഈ ഒരു അമ്പലത്തിൽ തന്നെ ഉള്ള ശ്രീരാജൻ എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്. പുള്ളിയായിട്ട് സംസാരിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ സംസാരിക്കാം ഈ ഒരു അമ്പലത്തിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ. അതായത് അവിടെ തന്നെ ഉള്ള, അതായത് ഈ അമ്പലത്തിൽ തന്നെ ഉള്ള ഒരാളാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ആധികാരികത കിട്ടും. കാരണം അദ്ദേഹം എത്രയോ നാളുകൊണ്ട് ഈ ഒരു അമ്പലത്തിൽ തന്നെ നിൽക്കുവാണ്, ഈ ഒരു അമ്പലത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുവാണ്. അപ്പോൾ പുള്ളി സംസാരിക്കുന്നത് ഈ വീഡിയോയിലൂടെ ചേർക്കാം. സോ ഈ അമ്പലത്തിൻ്റെ കട്ടിങ്സും കാര്യങ്ങളും എല്ലാം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലെ നിങ്ങളുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഈ 108 ദുർഗാദേവി ക്ഷേത്രം, അല്ലെങ്കിൽ 108 ശിവക്ഷേത്രം, അല്ലെങ്കിൽ 108 വിഷ്ണു ക്ഷേത്രം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കാം. അതൊന്ന് നമുക്ക് കവർ ചെയ്യാം. സോ എന്തായാലും ഇറങ്ങി തിരിച്ചു. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ. സോ എനിക്ക് കുറേ നാളുകൊണ്ടുള്ളൊരാഗ്രഹമാണ് എനിക്ക് ഇത്രയും ഈ അമ്പലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യണം. കാരണം പണ്ട് മുതലേ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് 108 ക്ഷേത്രം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി, ഈ 108 അമ്പലം. അപ്പോൾ ഈ 108 അമ്പലം എനിക്കൊന്ന് കാണണം. സോ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഈ ഒരു ഫീലെന്ന് പറയുമ്പോൾ ഈ ഒരു അമ്പലം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം നല്ല ആംബിയൻസ്, പ്രത്യേകിച്ച് വയനാടാണ്, തണുപ്പാണ്, മഴ കഴിഞ്ഞ് നിൽക്കുവാണ്. അപ്പോൾ എത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയാലും നമുക്ക് ആ ഒരു ഫീലുണ്ട്. പിന്നെ അമ്പലത്തിൽ തൊഴാൻ പറ്റിയില്ല എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇനി പോകണം, കാരണം ഓൾറെഡി 3 ദിവസം മുന്നേ ഇറങ്ങിയതാണ്. അപ്പോൾ വീട്ടിലോട്ട് പോകണം. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് വൈകുന്നേരം 5:30 അമ്പലം തുറന്നിട്ടേ പോകുള്ളൂ. ബട്ട് കുഴപ്പമില്ല, മറ്റൊരു ദിവസം ഉറപ്പായിട്ട് ഞാനിവിടെ വരുന്നതായിരിക്കും. അന്നും നമുക്കൊരു വ്ളോഗ് ചെയ്യാം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണെങ്കിലും അന്ന് നമുക്കൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. ശിവാലയങ്ങളിൽ വരുന്ന ഏറ്റവും പുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം.
ഏറ്റവും പ്രധാനം തിരുനെല്ലിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. തിരുനെല്ലി പാവനാശിയിൽ നമ്മൾ ബലികർമ്മം ചെയ്യുന്ന പാറ പെണ്ണപ്പാറയെന്ന് സ്വയംഭൂവായ വിഗ്രഹമാണ് ഇവിടെയുള്ളത്. മഹാദേവന്റെ ശിരസ് ഇവിടെയും പാദം പാവനാശിയിലും. അതാണ് ബലികർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം തൃശ്ശൂരിൽ വന്ന് മഹാദേവനെ തൊഴുത് മഹാദേവന് വിളക്ക് വെച്ചിട്ട് പാവനാശിനി പോകണമെന്നാണ് പറയുക. കർമ്മം ചെയ്യിക്കുന്ന സമയത്ത് പാവനാശിനിയിൽ വിളക്ക് വെക്കില്ല. ഈ ക്ഷേത്രത്തിലെ വിളക്ക് നിവേദ്യമൊക്കെ സങ്കല്പിച്ച് ഇവിടുത്തെ ഭഗവാന്റെ പാദത്തിൽ പാവനാശിനി കർമ്മം ചെയ്യും. തിരുനെല്ലി അമ്പലത്തിൽ മഹാവിഷ്ണുവാണ്. അവസാനം മോക്ഷത്തിനായിട്ടാണ് വിഷ്ണു പാദത്തിൽ സമർപ്പിക്കുക. ശിവഭാഗത്തിൽ കർമ്മവും വിഷ്ണു ഭാഗത്തിലെ സമർപ്പണമാണ്. അപ്പോൾ ശിവന്റെ ശിരസിൽ വിളക്ക് വെച്ച് ശിവഭാഗത്തിൽ ബലിയിട്ട് മഹാവിഷ്ണുവിന് സമർപ്പിക്കുമ്പോഴാണ് കർമ്മം പൂർണ്ണമാവുക, ആത്മാവിന് മോക്ഷം കിട്ടുക എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങ്. പിന്നെ 108 ദുർഗാലയങ്ങൾ, അതുപോലെ തന്നെ കേരളത്തിലെ പരശുരാമൻ പ്രതിഷ്ഠിക്കപ്പെട്ട 108 ദുർഗാലയങ്ങളിലും 108 ശിവാലയങ്ങളും. 108 വരുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. 108 ശിവാലയങ്ങൾ വരാറുണ്ട്, 108 ദുർഗാലയങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്കിലും 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും അത് രണ്ടും കൂടി ഒന്നിച്ച് വരുന്ന കേരളത്തിലെ ഒരേ ഒരു ക്ഷേത്രമാണ്. ശരിക്കും സ്വയംഭൂവാണ് ഇവിടെയെങ്കിലും പരശുരാമൻ ആ 108 ഉൾപ്പെടുത്തിയതാണ്. ശരിക്കും പരശുരാമ പ്രതിഷ്ഠയല്ല ഇവിടെ, പക്ഷെ പരശുരാമൻ ആ കാലഘട്ടത്തിൽ ഇതും കൂടി 108 ഉൾപ്പെടുത്തിയതാണ്. നമ്മുടെ കൊട്ടിയൂരെ പോലെ തന്നെ. അതെ അതെ അതെ. കുട്ടിയൂർ ദക്ഷിണ കാശി എന്ന് പറയും, തിരുനെല്ലി തെക്കൻ കാശി എന്ന് പറയും. രണ്ടും കാശിക്ക് സമാണ്. പിന്നെ തിരുനെല്ലിയിൽ പാപനാശിനി നമ്മൾ കർമ്മം ചെയ്യുന്ന പാറയിൽ വരുന്ന വെള്ളമാണ് ഇത് കാണുന്നത്. പാപനാശിനി തീർത്ഥാണ്. കുളമായിട്ടൊന്നും ഒരു ബന്ധമില്ല, കൽപ്പാത്തിയാണത്. ഇത് പാപനാശിനി നമ്മൾ ബലിയിടുന്ന പാപനാശിനി ഒഴുകി വരുന്നത് പാപനാശിനി തീർത്ഥാണ്, പഞ്ചതീർത്ഥം എന്ന് പറയും. പണ്ട് കാലങ്ങളിൽ ആളുകൾ നടന്നിട്ടാണ് പോവുക. ഈ മല കയറി ഇറങ്ങിയ തിരുനെല്ലി പാപനാശിനിയാണ്. ഒരു 8 കിലോമീറ്റർ ദൂരം നടക്കും. ഇന്ന് നമ്മൾ ഏകദേശം 30 കിലോമീറ്റർ വാഹനത്തിലാണ് പോകും. 10-25 വർഷമായിട്ട് ആളുകൾ നടത്താൻ പറ്റും. പണ്ട് കാലത്ത് പോകുമ്പോൾ വരുമ്പോൾ ഇവിടെ വരുമായിരുന്നു. ഇതിലേ പോകാൻ പറ്റുള്ളൂ, വഴി ഇതാണ്. അതുപോലെ മേലെ കുളത്തിലെ വെള്ളം ഗംഗാതീർത്ഥം ഭയങ്കര പ്രത്യേകതയാണ്. ഏത് വേനൽക്കാലത്തും മഴക്കാലത്തും ആയതുകൊണ്ടില്ല. അതിൻ്റെ ആ കളർ കണ്ടാൽ മനസ്സിലാവും. ആ ബ്ലൂ കളർ എത്ര മഴ പെയ്താലും ആ വെള്ളം കലങ്ങില്ല. അതുപോലെ തന്നെ അത് വേനൽക്കാലത്ത് പറ്റുമല്ലോ, പറ്റൂലെന്നിറങ്ങിയാൽ ഒഴുകിക്കൊണ്ടിരിക്കും. അകത്തെ ആ സ്വയംഭൂ വിഗ്രഹത്തിന് നേരെ മേലെ ആ കുളം വരും. അപ്പോൾ ശിവന്റെ ശിരസിൽ ആ ഗംഗാസങ്കല്പത്തിലുള്ള ഗംഗാതീർത്ഥാണ്. അതുപോലെ തന്നെ വേറെ പ്രത്യേകത എന്ന് പറയുന്നത് അയ്യപ്പൻ. കേരളത്തിൽ ഇവിടെ മാത്രമുള്ള ഒരു അയ്യപ്പനാണ്. ചമ്രം പടിഞ്ഞിരിക്കുന്ന ജടാധാരിയായ ശാസ്താവാണ്. മേൽക്കൂരിയില്ല, വെയിലും മഴയും മഞ്ഞൊക്കെ കൊള്ളുന്ന തപസ്സിലിരിക്കുന്ന അയ്യപ്പൻ. അയ്യപ്പൻ ദുർഗാശിവൻ ഇതാണ് വളരെ പണ്ട് കാലം മുതൽ ഇവിടെ ഉള്ളത്. ബാക്കിയൊക്കെ ഉപദേവന്മാരൊക്കെ ഒരു 10-40-50 വർഷത്തിൻ്റെ വന്ന പ്രതിഷ്ഠകളാണ്. പിന്നെ മേലൊരു സർപ്പകാവുണ്ട്. നാഗം, ഭദ്രകാളി, ഭരതേവ, സർപ്പകാവും പണ്ട് കാലത്ത് ഉള്ളതാണ്. ിൽ വരുന്നതുകൊണ്ട് തന്നെ ദുർഗാദേവിക്ക് ഏറ്റവും പ്രധാനം സ്വയംവര പുഷ്പാഞ്ജലിയാണ്. ഈ വിവാഹം നടക്കാത്തവർക്ക് അവരുടെ ജന്മനക്ഷത്രത്തിന് 6 പ്രാവശ്യം സ്വയംവര പുഷ്പാഞ്ജലി വെച്ചാൽ വിവാഹം നടക്കുന്നതാണ് ഏറ്റവും പ്രധാന വഴിപാട് ദേവിക്ക്. അതുപോലെ തന്നെ ശിവന് നമ്മളൊരു നെയ്വിളക്ക് വെച്ചിട്ട് നമ്മൾ ഉദ്ദിഷ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. കാര്യം നടന്നാൽ ഭഗവാൻ അഭിഷേകം കഴിക്കാമെന്ന് പ്രാർത്ഥിക്കുക ചെയ്യുക. പക്ഷെ ഒരു 10 വർഷത്തിനിടയിൽ 1000 കൂടെ അഭിഷേകം ഇല്ലാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും 1000 കൂടെ അഭിഷേകം നടക്കുന്നുണ്ട്. മുമ്പൊക്കെ 2 വർഷം മുന്നിൽ ഒന്നേ ചെയ്തുകൊണ്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ചെയ്യുന്നു തുടങ്ങി. കാരണം അത്രമാത്രം വഴിപാടുകൾ വരാൻ തുടങ്ങി. ഏറ്റവും പ്രധാനമാണ് കാര്യം നടന്നാൽ ഭഗവാൻ അഭിഷേകം കഴിച്ചോളാം, 1000 കൂടെ അഭിഷേകം കഴിക്കാമെന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. കാര്യം നടന്നതിന് ശേഷമാണ് വഴിപാട് ചെയ്യുന്നത് അല്ലേ. ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രധാന വഴി മാനന്തവാടി വഴിയാണ്. മാനന്തവാടി വന്നിട്ട് KSRTC ബസ്സുണ്ട്. മാനന്തവാടിയിൽ നിന്ന് തൃശ്ശിലേരി ആനപ്പാറ ബോർഡിൽ KSRTC ബസ്സുണ്ട്. അരമണിക്കൂർ കൂടുമ്പോൾ മാനന്തവാടി ഉണ്ട്. അതൊരു 1.5 കിലോമീറ്റർ അപ്പുറം കവലവരെ വരും. ആ കവലയിൽ നിന്ന് ഓട്ടോറിക്ഷ കയറിയിട്ട് അമ്പലത്തിലേക്ക് വരാവുന്നതാണ്. പിന്നെ അമ്പലത്തിന് അടുത്ത് വരെ ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്. അത് ഒരു ദിവസത്തിലൊരു 3-4 ട്രിപ്പേ ഉണ്ട്. അത് മാനന്തവാടി തന്നെ വരും. മാനന്തവാടി നിന്ന് ഒന്നുകിലെ കാട്ടിക്കുളം പോയി അങ്ങനെയാ പോകുന്നത്. ഇവിടെ അതുപോലെ ഈ വരുന്ന ഭക്തർക്ക് താമസിക്കാനുള്ള സൗകര്യം താമസിക്കാൻ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലോഡ്ജാണ് ഇവിടെ ഉള്ളത്. പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മേലെ ഗ്രൗണ്ടിൽ ടൂറിസ്റ്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വർഷമൊക്കെ പിടിക്കും, ടൈം എടുക്കും. പ്രതീക്ഷിക്കാം ആ സമയമാകുമ്പോഴേക്കും ആവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇപ്പൊ പ്രൈവറ്റ് ലോഡ്ജല്ല. പിന്നെ കൂടുതൽ ആളുകൾ ഇവിടെ സ്റ്റേ ഇല്ല, കുറവാണ്. തിരുനെല്ലിയാണ് സ്റ്റേ ചെയ്യുക. പോകണം. അതുകൊണ്ട് പൊതുവെ ആളുകൾ ഇവിടെ വന്നിട്ട് നേരെ തിരുനെല്ലി പോയാണ് സ്റ്റേ കൂടുതൽ വരുന്നത്. ഇവിടെ വന്നിട്ട് വിളക്കുമാല നിവേദ്യം കഴിച്ചിട്ട് തിരുനെല്ലിക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് സ്റ്റേ ഇവിടെ ആളുകൾ കുറവായതുകൊണ്ട് ഇവിടെ ഹോട്ടലും പിന്നെ ലോഡ്ജൊക്കെ പൊതുവെ കുറവാണ്. ആളുകൾ ഇവിടെ നിൽക്കുന്നില്ല, വന്ന് തൊഴുത് പോവുകയാണ് ചെയ്യുന്നത്. തിരുനെല്ലിയിലാണ് കൂടുതൽ സ്റ്റേ വരുന്നത്. പിന്നെ ചേട്ടാ ഒരു മിനിറ്റ്, എനിക്ക് ഒരു ചോദ്യം. ചേട്ടാ ഇവിടുത്തെ പ്രധാന ഉത്സവം എപ്പോഴാണ്? ഇവിടുത്തെ ഉത്സവം മീനമാസത്തിലാണ്. മീനമാസത്തിൽ പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രത്തിലാണ്. അത് ഉപദേവന്മാരെ പ്രതിഷ്ഠ കണക്കാക്കിയിട്ടാണ് ആ സമയത്ത് ഉത്സവം നടത്തുന്നത്. കാരണം ശിവൻ സ്വയംഭൂവാണ്, ദുർഗ പരശുരാമ പ്രതിഷ്ഠയാണ്. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു 3 വേറെ ഒരു പ്രതിഷ്ഠ ഗണപതി ഒന്നുമില്ലേ? വേറെ സർപ്പകാവ് ഉണ്ടായിരുന്നു മുമ്പ്. അല്ല ഇതിനകത്തില്ല, അമ്പലത്തിനകത്ത് ഗണപതിയോ അങ്ങനത്തെ ഉണ്ട്. ഗണപതിയും പാർവതിയും ഉണ്ട്. ശിവന്റെ നേരെ മുമ്പിൽ ഗണപതി ഉണ്ട്. പിന്നെ കൊട്ടിയൂരായിട്ട് ബന്ധം വരുന്നുണ്ട്. ശ്രീ പാർവതി കൊട്ടിയൂരേക്ക് ദക്ഷിയാഗത്തിന് പോയത് ഇവിടുന്നാണ് കൊട്ടിയൂരേക്ക് ദക്ഷിയാഗത്തിന് പോയത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഇവിടെ പാർവതി മണ്ഡപം നമുക്ക് കാണാമെങ്കിലും പാർവതി ഇവിടെ ഇല്ല. അതാണ് പാർവതിക്ക് പ്രതിഷ്ഠയില്ല ഇവിടെ. അത് സങ്കല്പം മാത്രമല്ല. പാർവതി സങ്കല്പത്തിൽ പാർവതി. അതായത്
അച്ഛന്റെ യാഗത്തെ അച്ഛൻ ക്ഷണിച്ചില്ലെങ്കിലും ദക്ഷൻ ആണല്ലോ. അപ്പം യാഗത്തിന് അങ്ങോട്ട് പോയി അവിടുന്ന് അപമാനിതയായി തിരിച്ചു വന്ന് മറഞ്ഞിരിക്കുന്ന ഒരു സങ്കല്പം പറയുന്നുണ്ട്. പിന്നെ ശിവൻ അനുവാദം കൊടുത്തിട്ടുമില്ല. ശിവൻ തിരിച്ചരുളിയതാണ് ഇന്ന് തൃശ്ശിലേരിയായി മാറിയെന്നും ഐതിഹ്യം പറയുന്നുണ്ട്. കാരണം പാർവതിയോട് പോണ്ടെന്നല്ല, കാരണം അച്ഛൻ ക്ഷണിക്കാണ്ട് അങ്ങോട്ട് പോണ്ടെന്നുള്ള രീതിയിൽ ശിവൻ അനുവാദം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വെച്ചാണെന്നുള്ള എൻ്റെ ഐതിഹ്യം പറയുന്നത്. എന്താ വെച്ചാൽ അച്ഛൻ വിളിച്ചില്ലെങ്കിലും അവിടെ പോവാണ് അപമാനിതയായിട്ട്. അവിടെ തന്നെ ആത്മഹൂതി സതി സമ്പ്രദായത്തിലും പാർവതിയെ പറയുന്നുണ്ട്. അവിടെ തന്നെ ആത്മഹൂതി ചെയ്തതായിട്ടും പറയുന്നുണ്ട്. തിരിച്ചു വന്ന് മറഞ്ഞിരിക്കുന്ന ഒരു സങ്കല്പം രണ്ട് ഐതിഹ്യം പറയുന്നുണ്ട്. അന്നൊന്നും ഈ കൃത്യമായി എഴുതപ്പെട്ട രേഖകളില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത്. മീനമാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മാർച്ച് ഏപ്രിൽ ആ സമയത്ത് വരും. മലയാളം 3 ദിവസം. ഏറ്റവും പ്രധാന ശിവരാത്രിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കൂടുന്ന ശിവരാത്രി. 3 ദിവസം. അത് ക്ഷേത്ര ചടങ്ങുകളാണ്. കലശങ്ങളും പിന്നെ തന്ത്രി വന്നിട്ട് നേരിട്ട് ചെയ്യുന്ന ഉദയാസ്തമന പൂജകളും അതുപോലെ തന്നെ കലശം അങ്ങനെയുള്ള ഇതാണ്. ബാക്കി ശിവരാത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഒരു 5 മണി 5:30 നട 5:30 മുതൽ 12:30 വരെ ഉണ്ടാവും. വൈകിട്ട് 5 മുതൽ 7:30 വരെ ഉണ്ടാവും. പിന്നെ തുലാമാസത്തിൽ പുത്തരി ഉത്സവം പ്രധാനമാണ്. നിറപുത്തരി കതിര് പൂജയൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ അന്നദാനം കഴിക്കാൻ ആ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഉണ്ടാവും. തുലാമാസത്തിൽ തിരുവാതിര നക്ഷത്രം. പിന്നെ സർപ്പകാവിൽ ധനു 17 ചുറ്റുവിളക്ക് ഉണ്ടാവും. ജനുവരി 1-2 ഇംഗ്ലീഷ് വരിക. മലയാള മാസം തന്നെ ചുറ്റുവിളക്ക് ഉത്സവമുണ്ട്. പിന്നെ സാധാരണ ശിവന്റെ അമ്പലങ്ങളിലൊക്കെ കാണുന്ന കണക്ക് ധാര എല്ലാ ദിവസവും കാണുമോ? ധാരയാണ് ഏറ്റവും പ്രധാനം. ധാരേന്റെ വലിയ വഴിപാടാണ് 1000 കുടം. അല്ലാതെ നോർമൽ സാധാ ധാരയുണ്ട്. നട തുറക്കുമ്പോൾ രാവിലെ ധാര ചെയ്തിട്ടാണ് തുറക്കുക. നട തുറക്കുന്ന സമയത്ത് അഭിഷേകം ഉണ്ടാവും. ഉച്ചയ്ക്ക് ഒരു 11:30 മുതൽ 12 മണി വരെയാണ് ഈ 1000 കുട അഭിഷേകത്തിന്റെ സമയം. ഉച്ചയ്ക്ക് 11:30 മുതൽ 12 മണി ആ സമയത്താണ്. എല്ലാ ദിവസവും വന്ന് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യാം. നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഒരു 80% ആളുകളും വരും. ഇല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ട് വഴിപാട് കഴിച്ച് പ്രസാദം പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കും. പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുമ്പോൾ എല്ലാ പ്രസാദം അയക്കണം. പായസങ്ങളൊക്കെ കാര്യം നടന്നാൽ ഭഗവാൻ അഭിഷേകം കഴിക്കാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യം നടന്നതിന് ശേഷം ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകൾ വരും. ഇനി വരാത്തവർക്ക് വരാൻ ഇൻ കേസ് വരാൻ പറ്റാത്ത സാഹചര്യത്തിലാണെങ്കിൽ പ്രസാദം പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കും, കഴിച്ചിട്ട് അയച്ചു കൊടുക്കും. അതുപോലെ ഈ തിരുനെല്ലി ക്ഷേത്രത്തിലെ ഈ ബലിതർപ്പണത്തിൽ നമ്മൾ ഇവിടെ വന്നിട്ട് പോകണമെന്നാണല്ലോ പറയുന്നത്. അത് അങ്ങനെ ഒരു ആചാരം വരാനുള്ള കാര്യം എന്താണ്? അതിൽ പ്രധാനമായിട്ടൊരു ഐതിഹ്യം പറയുന്നത് പിന്നെ അതായത് ഈ തിരുനെല്ലി തന്നെ ആയിരുന്നു ശിവക്ഷേത്രം എന്ന് പറയുന്നു. പാവനാശിയിലായിരുന്നു ശിവൻ എന്നാണ് പറയുന്നത്. പണ്ട് വൈഷ്ണവരും ശൈവരും തമ്മിൽ യുദ്ധം നടന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വൈഷ്ണവർ ശൈവരെ അവിടെ നിന്ന് ഓടിച്ചു. അവർ മല കയറി കൃഷ്ണേരിയിലേക്ക് പലായനം ചെയ്ത് വന്നപ്പോൾ ശിവൻ അവരെ കൂടി ഇങ്ങനെ വന്നു. അങ്ങനെയാണ് ശിരസ് കൂടിയും പാദം പണ്ടത്തെ സ്ഥലത്തായിരുന്നു ഐതിഹ്യം പറയുന്നത്. ഇപ്പോഴേ ശരിക്കും അത് ക്ലിയർ ആയിരിക്കും. ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഇവിടെ വന്നിട്ട് അവിടെ പോകാവുള്ളൂ, ശിരസ് ഇവിടെ, പാദം അവിടെ, നമ്മൾ അവിടെ ബലിയിടുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അതിന്റെ പുറയിലെ കാരണം എന്താ നമുക്കറിയില്ല. ബ്രഹ്മാവാണ് മഹാവിഷ്ണുവിന്റെ തിരുനെല്ലിയിൽ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ ബ്രഹ്മാവിന്റെയും വിഷ്ണുവിന്റെയും ശിവന്റെയും 3 സാന്നിധ്യവും തിരുനെല്ലിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തിരുനെല്ലിക്ക് ബലിക്ക് ഇത്ര പ്രാധാന്യം, കാശിക്ക് സമാന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യം വരുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ യുദ്ധം നടന്നതിനും ആ സമയത്ത് ഈ വൈഷ്ണവര് ശൈവരെ അവിടെ നിന്ന് ഓടിച്ചു എന്നാണ്. അപ്പോൾ ഈ നരിനിറങ്ങി മല എന്ന് പറയും, മല കയറി ശൈവർ നേരെ തൃശ്ശേരിയിലേക്ക് വന്നിട്ട് ശിവൻ അവർ കൂടിയും വന്നു. അങ്ങനെയാണ് ശിരസ് കൂടിയും പാദം തിരുനെല്ലിയിലായെന്ന് പറയുന്നത്. ചേട്ടാ ഒരു ചോദ്യം കൂടെ, ഈ തൃശ്ശേരി എന്ന പേര് വരാൻ എന്തെങ്കിലും കാരണം, അല്ലെങ്കിൽ ഈ പേരിന് എന്തെങ്കിലും അർത്ഥം വല്ലതും അങ്ങനെ? ഇല്ല, തൃശ്ശില 3 ശില ഇതായിട്ടും പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, പാർവതി കൊട്ടിയൂരേക്ക് പോയ സമയത്ത് ശിവൻ തിരിച്ചരുളിയത് തൃശ്ശിലേരിയായി മാറിയെന്നും പറയുന്നുണ്ട്. യാഗത്തിന് പോണ്ടെന്നുള്ളത് ശിവൻ പാർവതിയോട് തിരിച്ചരുളിയത് തൃശ്ശിലേരിയായി തിരിച്ചരുളിയത് തൃശ്ശിലേരിയായി മാറുന്നുണ്ട്. പിന്നെ 3 ശില എന്തോ പറയുന്നുണ്ട്, തൃശ്ശില ശിവന്റെ ശിലയായിട്ട് ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം പറയുന്നുണ്ട്. പണ്ട് കാലത്തൊന്നും കൃത്യമായി എഴുതപ്പെടാത്ത രേഖകളില്ലാത്തതുകൊണ്ട് ഐതിഹ്യങ്ങളാണ് നമുക്ക് അറിവില്ല. പഴയ ആളുകൾ പറഞ്ഞെന്ന അറിവുകൾ മാത്രമേ നമുക്കുള്ളൂ. ഈ ദുർഗാക്ഷേത്രം നോർമൽ സാധാ ഇതുപോലെ തന്നെ നട തുറക്കുന്നതും എല്ലാം. പരശുരാമൻ 108 കേരളത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതിലൊരു അല്ല, ദുർഗാദേവിക്ക് ഇവിടെ എന്താ പ്രധാന വഴിപാട്? ദേവിക്ക് ഏറ്റവും പ്രധാനം ഒന്ന് സ്വയംവര പുഷ്പാഞ്ജലി വിവാഹ തടസ്സത്തിന്, പിന്നെ കുങ്കുമാർച്ചന, രക്തപുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി അങ്ങനെയുള്ള വഴിപാടുകൾ ആണ് ചെയ്യുക കൂടുതൽ. എനിക്കിവിടെ കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദുർഗാരങ്ങളൊക്കെ നോർമൽ ക്ഷേത്രങ്ങളായിരിക്കും. ഇവിടുത്തെ ജലദുർഗ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സങ്കല്പം. അല്ല, ജലദുർഗയായിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ തൃശ്ശംബരത്തും കോഴിക്കോടൊക്കെ ജലത്തിൽ തന്നെ ദുർഗയുണ്ട്. കളിപ്പറമ്പ് തൃശ്ശംബരത്തും ജലദുർഗ എന്നുള്ളതിന് വേറെ എന്തെങ്കിലും കാഴ്ചപ്പാട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ദുർഗ പിന്നെ പല രീതിയിലാണല്ലോ ദുർഗ അവതാരങ്ങളുള്ളത്. വനദുർഗയായിട്ടും ജലദുർഗയായിട്ടൊക്കെ ഉണ്ട്. ദുർഗ പല രീതിയിലുണ്ട്. അതിൽ ജലത്തിലുള്ള ദുർഗയാണ് ജലദുർഗ. ഇവിടെ എപ്പോഴും വെള്ളം ഇങ്ങനെ എപ്പോഴും കാണും. ഈ പാവനാശിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കും. എപ്പോഴും കാണും. എപ്പോഴും വെള്ളം അങ്ങനെ ജലദുർഗ. അതാണ് എപ്പോഴും ഉണ്ടോ ഇങ്ങനെ ജലത്തിൽ തന്നെയാണ്. ഈ കിണറാണല്ലേ? വെള്ളം വരുന്നുണ്ട്. ഇത് നല്ല വെള്ളമായിരുന്നു. ഉണ്ടല്ലോ ഗണപതി ഇരിക്കുന്നു. അത് ഗണപതിയുടെ വിഗ്രഹമാണല്ലേ? അത് പണ്ട് കിണറ്റിന്റെ ഉള്ളിലായിരുന്നു.
അത് ശരിക്കും ഈ ഒരു സങ്കല്പം ഉണ്ടോ ഇതിനകത്ത്? അങ്ങനെ നിധി ഉണ്ട് അങ്ങനെ പറയുന്നത്. നിധിയോ? അതായത് പിന്നെ പണ്ട് കാലത്തൊക്കെ ജീർണാവസ്ഥയിലായിരുന്നല്ലോ. നേരെ നന്നാക്കി എടുക്കുമ്പോൾ ഈ ഗണപതിനെ കിണറിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. കിട്ടിയതല്ലേ? നേരെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ കിണറിൽ നിധി ഉണ്ടെന്നും അതിന് കാവലായിട്ട് ഗണപതിയാണെന്നാണ് അതിൽ പറയുന്നത്. പിന്നെ വെള്ളം എപ്പോഴും ഗ്രൗണ്ടിലാണ്. ഇപ്പൊ കലങ്ങി നോക്കണ്ട, എപ്പോഴും ഗ്രൗണ്ട് ലെവലിൽ നല്ല വെള്ളം ഉണ്ടാവും. ഇപ്പൊ വെച്ചാൽ മഴയും അവിടെ ബില്ലിങ്ങിന് പണിയെടുക്കുമ്പോൾ അടിയിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അതോ അവിടെ തെളിഞ്ഞ വെള്ളം ഉണ്ട്, ഇതുകൊണ്ടുണ്ട്. അല്ല അത് വരും. അത് ഇപ്പൊ ഇത് വരുന്നുണ്ടോ മഴ പെയ്തപ്പോൾ ഏത് സമയത്തും ഗ്രൗണ്ട് ലെവലാണ് വെള്ളം. അതായത് കിണറിന്റെ പ്രത്യേകം ക്ഷേത്രങ്ങളുണ്ട്, ക്ഷേത്രം താഴെയും കിണർ മേലെയാണ് വെള്ളം ഗ്രൗണ്ട് ലെവലാണ്. ഈ ലെവൽ വരും എപ്പോഴും 360 ദിവസം ഈ ലെവലിൽ വെള്ളമുണ്ട്. ഓവർഫ്ലോ പോകും, അധികം വരുമ്പോൾ ഓവർഫ്ലോ ആയിട്ട് ആ കുളത്തിലേക്ക് കണക്ട് ചെയ്ത് പോകും. ഇങ്ങനെ ഇത് നിറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞാൽ ഇതിൽ ഇവിടെ പൈപ്പ് ഇടും. ഈ ലെവലിൽ മേലേക്ക് വരുമ്പോൾ പൈപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് വിടുന്നു. പക്ഷെ അത് ലെവൽ താഴെ ഒരിക്കും. അപ്പൊ അമ്പലത്തിന്റെ 4 ഭാഗം വീടുകളുണ്ട്. അവിടെയൊക്കെ കിണറിൽ വക്കലും കയറുമ്പോൾ വേനൽക്കാലത്ത് വെള്ളം കുറയുകയും ചെയ്യും. അല്ല ഇവിടുത്തെ ലിംഗം ഈ ഗണനകാലം താഴെയാണോ? കുളത്തിനേക്കാളും താഴെ. ശിവലിംഗത്തിന് നേരെ മേലെ കുള വരും. അപ്പൊ അതാണ് അത് ഗംഗാതീരത്തായിട്ട് പറയുന്നത്. ശിവന്റെ ശിരസിന് ഗംഗ ഒഴുകുന്നത്. അതെ അതെ. പിന്നെ ചേട്ടാ അന്നദാനം ഇവിടെ എല്ലാ ശനിയും ഞായറും അന്നദാനം. എല്ലാ ശനി ഞായറും അന്നദാനം വിശേഷ ദിവസങ്ങളിലുണ്ടാവും. വിശേഷ ദിവസങ്ങളുണ്ടാവും. പിന്നെ അതാണോ കാവ്? അല്ല അത് ഒന്ന് ഗോശാലക്ഷം താഴെ അയ്യപ്പൻ. ആ അയ്യപ്പനാണ് പറഞ്ഞത് ചന്ദ്രൻ പണിഞ്ഞിരിക്കുന്ന അത് മേൽക്കൂരില്ല. കാലത്ത് മുഴുവനായിട്ട് ഓപ്പൺ ആയിട്ടുള്ള തപസ്സിലിരിക്കുന്ന അയ്യപ്പനായിരുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം അതിന് ചുറ്റും കെട്ടിയപ്പോഴും റൂഫ് അടയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതെ അതേപോലെ തന്നെ. അതായത് മെഡിറ്റേഷനാണ്, തപസ്സാണ്. പിന്നെ ശൈലേശ്വരിയിൽ റൂഫ് ഓപ്പൺ ആയിട്ട് അയ്യപ്പനുണ്ട്. പക്ഷെ അതിരിക്കുന്ന മറ്റേ ഉപ്പൂറ്റി കുത്തി കാല് മടക്കി ഉപ്പൂറ്റി കുത്തിയിരിക്കാൻ. ഇത് പത്മാസനാണ് ശരിക്കും. നമ്മുടെ അവിടുത്തെ ശരിക്കും ബുദ്ധനാണ് ഈ ഒരു മാതൃകയിൽ ഉണ്ടാവാറ്. അയ്യപ്പൻ ഇല്ല അങ്ങനെ. മറ്റേ ഇങ്ങനെ അയ്യപ്പൻ ഇങ്ങനെയല്ലേ ഉള്ളൂ. ഉണ്ട് പനമരത്തുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഭാഗങ്ങളായിട്ട് അന്ന് വന്നതൊക്കെ ആയിരിക്കാം, ഒന്നും പറയാനില്ല. അതായിരിക്കും.